ഹായ് കുട്ടീസ്, ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കിയപ്പോഴെന്തോ നാളത്തേക്ക് ഒരു മീനോ വെജിറ്റബിൾസോ ഒന്നും ഇരിപ്പില്ല. എന്നാൽ പിന്നെ ഒരുമിച്ച് ഒരു ഷോപ്പിംഗ് ആയി കളയാന്ന് വെച്ച് ഞാനും അണ്ണനും മോളും കൂടെ ഇറങ്ങി കേട്ടോ. അങ്ങനെ വഴി നോക്കിയപ്പോൾ ഉണ്ട് റംബൂട്ടാനൊക്കെ ഇരിക്കുന്നു. അവൾക്കാണെങ്കിൽ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഇത് പേടിയാട്ടോ വാങ്ങിച്ചു കൊടുക്കാൻ. തൊണ്ടലൊക്കെ കൊടുക്കുമോ അങ്ങനെയൊക്കെയുള്ള പേടിയാട്ടോ എനിക്ക്. അതുകൊണ്ട് എന്നാലും പിന്നെ കുറച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു കടയിൽ നിന്ന് ഞങ്ങൾ കോഫിയും ചിക്കൻ റോളും അതൊക്കെ മേടിച്ച് കഴിച്ചു. മോൾക്കാണെങ്കിൽ ഫ്രൂട്ടി മതി എന്ന് പറഞ്ഞ് എനിക്ക് ഫ്രൂട്ടിയാണ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് നാളിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പുറത്ത് പോകുന്നതും കഴിക്കുന്നതൊക്കെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി വീട്ടിലോട്ട് വന്നു. വരുന്ന വഴിക്ക് കുറച്ച് താറാമുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നിറച്ച് ചെളിയും അഴുക്കൊക്കെ കേട്ടോ. അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലെടുത്ത് വെച്ചതിന് ശേഷം സ്ക്രബ്ബറോ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഇട്ടൊന്ന് തേച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിന് ശേഷം ചോറൊക്കെ കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം ഒന്ന് കഴുകി വെക്കുവാണേ. ഞങ്ങൾ വാങ്ങിച്ചത് കിളിമീനും മങ്കടയാണ്. മങ്കട അത്യാവശ്യം വലുത് വലിയൊരു മങ്കടയാണ്. അതിന് വെട്ടണം. കറി വെക്കുന്നില്ല, ഇന്നത് വെട്ടി വെക്കാം, നാളത്തേക്ക് കൊണ്ട് എളുപ്പമാവല്ലോ. മഞ്ഞക്കോര എടുക്കണം, അതും ഒന്ന് വെട്ടി വെക്കണം. ഇതാണ് നമ്മുടെ മങ്കട. അത്യാവശ്യം നല്ല വലിയ മങ്കടയാണ് കേട്ടോ. അതിത്തിരി പാടായിരുന്നു കട്ട് ചെയ്യാനൊക്കെ. പിന്നെ അതിൻ്റെ ചിറകും അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. കത്രികയും പിച്ചാത്തിയും എല്ലാം വേണ്ടി വന്നു കേട്ടോ ആ മീൻ കട്ട് ചെയ്യാൻ. അങ്ങനെ അത് കൈ നിൽക്കുന്നില്ല, കയ്യിൽ നിന്ന് അങ്ങ് വഴുതി 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 പോവുക. പിന്നെ തറയിൽ വെക്കുന്നു, കൈ പിടിക്കുന്നു, കൈ വെക്കുന്നു, അങ്ങനെ ആകെപ്പാടെ വെപ്രാളവും ബഹളവുമായിരുന്നു. അവസാനം ഇതെല്ലാം കണ്ടിട്ട് അണ്ണൻ ഓടി വന്നിട്ട് പറഞ്ഞു, നിൽക്ക് ഞാനിവിടെ നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറിയും തിരിഞ്ഞ് എന്തായാലും അതിൻ്റെ തൊലിയെല്ലാം ഉരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ മൽപ്പിടുത്തം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മീനെല്ലാം വൃത്തിയായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സിങ്കെല്ലാം അത്യാവശ്യം അപ്പോഴേക്കും നല്ല രീതിയിൽ അഴുക്കായിട്ടോ. പിന്നെ പിച്ചാത്തി അതെല്ലാം ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അത് മാറ്റി വെച്ചു. എനിക്കൊന്നൊരു കത്രിക 3 പിച്ചാത്തി അങ്ങനെയാണെന്ന് തോന്നുന്നു. അത്രയും ഞാൻ എടുത്തു. അതെല്ലാം കഴുകി തുടച്ച് വെച്ച് മീൻ കണ്ടിച്ചതൊക്കെ ഒന്ന് ഫ്രീസറിലാക്കി വെക്കണം. ഇന്നെടുക്കുന്നില്ല, മഞ്ഞക്കോര ഇന്നെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ വരവൊക്കെ ഇട്ട് അരപ്പൊക്കെ പുരട്ടി അത് വറുക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പോയൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. മീൻ ഇവിടെ ഇരുന്ന് ആവുമ്പോഴത്തേക്കും. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മോളും ട്യൂഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ. അയാൾ പിന്നെ ട്യൂഷൻ പോയ കാര്യങ്ങളും അതിൻ്റെ ഇങ്ങനെ പറയുകയും എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുവാണേ. അപ്പോഴത്തേക്കും വിശപ്പായി. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ചമ്മന്തി, ഉള്ളി ചമ്മന്തിയെന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം, മുളക് ഉടച്ചതോ അങ്ങനെ എന്തോ പേരെന്ന് വെച്ചാൽ പറയാം കേട്ടോ. അതിനകത്ത് സവാള, ഉള്ളി, പിന്നെ ഉപ്പ്, ഒരിച്ചിരി പുളി, കുറച്ച് പുളിയും കൂടി ഇട്ട് പെട്ടെന്ന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം. കൈ കൊണ്ട് ആണെങ്കിൽ കുനുകുന അരിയുന്നതാണ് ആയിരുന്നു കേട്ടോ ടേസ്റ്റ്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ ചെയ്യുന്നോളും. അങ്ങനെ നമ്മൾ ചമ്മന്തി സെറ്റ്. അതിനകത്ത് ഒരു നുള്ള് അല്ല, ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി തൂവിക്കൊടുത്തിട്ടുണ്ട്. അപ്പം ഉച്ചക്കലത്തെ ബാക്കി മീൻ പീര പറ്റിച്ചതും പിന്നെ മുളകുടച്ചതും പിന്നെ മഞ്ഞക്കോര വറുത്തതും കൂട്ടി നമുക്കിനി ചോറ് കഴിക്കാം. ചോറൊക്കെ സെറ്റായി. ഇനി രാത്രിയിലുള്ള ചോറൊക്കെ കഴിക്കണം. അങ്ങനെ എല്ലാം പാത്രത്തിലോട്ടാക്കി ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അങ്ങനെ ചോറ് കഴിപ്പും എല്ലാം ഞങ്ങളുടെ കഴിഞ്ഞു. കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് കഴുകി വെക്കണം. കഴുകി വെച്ചിട്ട് നമ്മുടെ ഏകദേശം പണിയെല്ലാം കഴിയും. ഞാൻ ചോറ് തിളപ്പിച്ച് വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അത് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പാത്രം കൂടെ കഴുകി കഴിയാമല്ലോ. അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അരിയും ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. ടാറ്റാ.